ഹലോ ഗേസ്, നമ്മളങ്ങനെ തിരുനെൽവേലിയിൽ മണിമുത്തർ ഡാമും വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഉച്ച നേരമായതുകൊണ്ട് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒറ്റ കട പോലും തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ സൈഡിൽ കണ്ട ഇവിടുന്ന് ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാൻ കരുതി. അപ്പോൾ അവരാണ് പറഞ്ഞത് നമ്മുടെ കഷ്ടകാലത്തിന് ഇന്നത്തെ ദിവസം അവിടെ സമരമാണ് പോലും, അതുകൊണ്ട് ഭക്ഷണം കിട്ടാൻ യാതൊരു നിർവാഹവും ഇല്ല. അങ്ങനെ ഏതായാലും കരിമ്പും ജ്യൂസും സോഡ നാരങ്ങകളും ഒക്കെ കുടിച്ച് നമ്മുടെ വിശപ്പിനെ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു കേട്ടോ. ഇനി നമുക്കിനിയും കുറേ സ്ഥലങ്ങൾ ഇവിടെ തന്നെ കാണാനുണ്ട്. അങ്ങനെ വിശപ്പൊക്കെ മാറ്റിയ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. പോകുന്ന റൂട്ടിൽ സൈഡിലായിട്ട് തന്നെ ഒരു അമ്പലം കാണാം. പാപനാശ ക്ഷേത്രമാണ്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ കയറുന്നത്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്നത് തലക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടത്തിലാണ് കേട്ടോ. അപ്പോൾ ധാരാളം പേര് പോകാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ തന്നെയാണ്. അപ്പോൾ ഇവിടേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നേരം ക്യൂ നിന്നു. ഇവിടെ ക്ഷേത്രത്തിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ പാസ് വേണ്ട. പക്ഷേ നമുക്ക് ഇവിടെ അത് വെള്ളച്ചാട്ടമൊക്കെ അഗസ്ത്യർ വാട്ടർഫാൾസൊക്കെ കാണാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേർക്കും പാസ് എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് പോകാൻ കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ പൊഴിയുന്നുണ്ട്, പക്ഷേങ്കിൽ അത്ര കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ പോകുന്ന വഴിയിൽ ഈ കാണുന്നതാണ് അഗസ്ത്യർ വാട്ടർഫാൾസ് കേട്ടോ. അപ്പോൾ പോകുന്ന ദിവസം നമുക്കിങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് അത്ര വലിയൊരു മഴ സീസണിലൊന്നും അല്ല. വൈകുന്നേരം 3 വരെ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് തലക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ തന്നെ ടൈഗർ റിസർവാണ് ഇവിടെ. ഒരുപാട് ജൈവ വൈവിധ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കടുവകളുടെ സാന്നിധ്യം കൂടിയുള്ള ഒരു സ്ഥലമാണ് ഈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിലായിട്ട് അണ കെട്ടി വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അഗസ്ത്യർ വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. അപ്പോൾ ബൈക്കോടെ വെച്ചിട്ട് നമ്മളിതിൻ്റെ എൻട്രൻസിലൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ റെസ്റ്റ് റൂമും വാഷ്റൂമും ഒക്കെ തന്നെ ഉണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയ സൗകര്യം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. നല്ലപോലെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. നമ്മൾ പോകുന്ന വശത്തുള്ള കാഴ്ചകൾ എന്ന് വെച്ചാൽ നല്ല മനോഹരമാണ്. ഒരു കാടിൻ്റെ ഉള്ളിലാണല്ലോ സംഭവം ഉള്ളത്. ഇനി ഇവിടെ ഇതല്ലാതെ മുകളിലേക്ക് കുറേ പടികളൊക്കെ കയറിയിട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്. കല്യാണ തീർത്ഥം എന്നാണ് അവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അഗസ്ത്യന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ അഗസ്ത്യർ വാട്ടർഫാൾസിനെ കൊണ്ട് നടക്കുമ്പോൾ ഇവിടുന്ന് തന്നെ ഒരു ചെറിയ ബ്രിഡ്ജും ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊക്കെ നല്ലപോലെ മീനുകളുണ്ട്. സത്യം പറഞ്ഞാൽ അത്ര മഴക്കാലത്തല്ല പോയത്, എന്നാൽ പോലും അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ലപോലെ ഫോട്ടോയും സീനറിയൊക്കെ എടുക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ അതിമനോഹരമാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ തിരക്ക് കാണാം. നല്ലപോലെ കുളിക്കാനുള്ള തിരക്കാണ്. ഇവിടെയും ജെൻസിനും ലേഡീസിനും കുളിക്കാനായിട്ട് സെപ്പറേറ്റ് മതിലൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഒത്തിരി വീഡിയോസൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. നല്ല തിരക്കുമാണ്, പിന്നെ എല്ലാവരും കുളിക്കായതുകൊണ്ട് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ എത്തി. നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോട്ടോ പോസുകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ഒത്തിരി പേരൊന്നും ഇറങ്ങി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ചെന്ന സ്ഥിതിക്ക് ജാക്കറ്റൊക്കെ മാറ്റിയിട്ട് കുറച്ച് നല്ല അടിപൊളി പോസ്റ്റൊക്കെ ഇടാൻ എത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ ബൈക്ക് വെച്ചിടത്തേക്ക് പോയി. കാരണം നമുക്ക് ഇനി മറ്റൊരു സ്ഥലത്ത് കൂടെ പോകാനുണ്ട്. വൈകുന്നേരം 5:30 ഈ ടൈഗർ റിസോർട്ടിനുള്ളിൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുരങ്ങൻ എല്ലാവരുടെയും ബാഗിനും ബാഗിലൊക്കെ ഭയങ്കര പരിശോധനയാണ്. അപ്പോൾ ഇവിടെ കണ്ടതിൽ വെച്ച് അധികവും ഈ ഹനുമാൻ കുരങ്ങ് ഇവിടെ ധാരാളം ഉണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഏതായാലും ബൈക്ക് എടുത്ത് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്താണ് ഈ ഒരു പൈപ്പിൻ്റെ താഴെ ഭാഗത്തൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസിനും എടുക്കാൻ കരുതിയിട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തെ ക്ലൈമറ്റ് ഏതായാലും നല്ല രസമാണ്. ഒരു മൂടി കിടക്കുന്ന ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒത്തിരി വെയിലൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോയപ്പോഴാണ് റോഡ് സൈഡിൽ മറ്റൊരു കാഴ്ച കണ്ടത്. അപ്പോൾ നമ്മൾ മെല്ലെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഒന്ന് കയറി നോക്കുകയാണ്. കയറി നോക്കുകയെന്ന് വെച്ചാൽ എത്തി നോക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇവിടെ ഒരു അണക്കെട്ടിലൂടെ വെള്ളമൊക്കെ സംഭരിച്ച് വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സൂം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. നല്ല ഭംഗിയിലെ കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടപ്പോൾ. അതിനുശേഷം നമ്മൾ പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള സൊറിമുത്തു അയ്യനാർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധാരാളം മയിലിനെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ ഒന്നിനും അധികം പേടിയൊന്നുമില്ല. റോഡ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റും തണുപ്പുമാണ് കേട്ടോ കാടായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ യാത്ര ചെയ്യാനും നല്ല രസമാണ്. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ആയിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയൊക്കെ കുറേ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. പിന്നെ കുറേ നദികളൊക്കെ കാണാൻ സാധിക്കും. ധാരാളം നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ് ഈ ഒരു ടൈഗർ റിസർവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഈ ഒരു ഊഞ്ഞാല് ഒരു കുരങ്ങിനിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പാപനാശത്ത് നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഇങ്ങനെ ഉള്ളിൽ കാട്ടിലൂടെ വന്ന്
ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എവിടെ എത്തിയതെന്നറിയാം, നമ്മുടെ സുറിമുത്തു അയ്യനാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നമ്മളിപ്പോൾ വന്ന സമയം ഉത്സവത്തിൻ്റെ സീസണൊന്നുമല്ല, എന്നാൽ പോലും നല്ലപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നത് താമ്രഭരണി നദിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കുളിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, നമ്മുടെ പാപമൊക്കെ പോകുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബൈക്ക് കൊണ്ടുപോയി സൈഡ് വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ധാരാളം വണ്ടിയിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തെ മെയിൻ ഒരു കാഴ്ചയായിട്ട് ഞാൻ കണ്ടത് പല ഭാഗങ്ങളിലായിട്ട് ഒരു ബസ്സിലൊക്കെ വന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലെ പോലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബാക്കിയുള്ള അമ്പലങ്ങളിലെ പോലെ ഒന്നും അല്ല ഇവിടുത്തെ ആചാരങ്ങളും രീതികളും വഴിപാടുകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് നോൺ വെജ് ആണ്. എന്നിട്ട് അത് ഭഗവാന് കൊണ്ടുപോയി സമർപ്പിക്കുകയും അതിനുശേഷം അവരത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പല ടീമുകളായിട്ട് കണ്ടതൊക്കെ അതായിരുന്നു കേട്ടോ. അവർ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് അതിനുശേഷം അതിവിടെ ഭക്ഷണം കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുകയും അതിനുശേഷം അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് വിശന്ന് വട്ടം തിരിഞ്ഞ് നടന്നപ്പോൾ നമുക്കും കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. പക്ഷേ എനിക്ക് കഴിച്ചൊന്നുമില്ല കേട്ടോ. പുഴയിൽ എന്നിട്ടൊന്ന് കാലൊക്കെ ഒന്ന് കഴുകി. ഈ താമ്രഭരണി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിന് സമീപത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നദിയിൽ കുളിക്കുന്നത് പുണ്യകർമ്മമായിട്ടാണ് കരുതുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യനാറാണ്. പിന്നെ ഈ ഒരു അമ്പലത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊരു പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ ഒരു മലയാളിയാണെന്നുള്ളതാണ്. അവിടുത്തെ പട്ടവരായർ കോവിലാണ് ഇങ്ങനെയൊരു പ്രതിഷ്ഠയുള്ളത്. അതായത് തിരുവനന്തപുരത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പട്ടവരായർ സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി കൊട്ടാരക്കര രാജ്യത്ത് പോയി അവിടുത്തെ രാജാവിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ആയോധനകരയിലൊക്കെ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാനായിട്ട് കുടുംബം വരികയും അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴി ഈ ഒരു വഴിയിലൂടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 2 കന്യകമാരെ കണ്ടിഷ്ടപ്പെടുകയും അവർ വിവാഹം ചെയ്ത് ഇവിടെ താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നെങ്കിലും ഇവിടെ വെച്ച് ഇഷ്ടത്തിലായ സ്ത്രീകൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അവർക്കനുസരിച്ച് ബ്രാഹ്മണനായ അദ്ദേഹം മാംസമൊക്കെ കഴിച്ച് അവരുടെ രീതികളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അവരുടെ കാലികളൊക്കെ വളർത്തി ഇവിടെ താമസിക്കവേ അവരുടെ കാലികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ യുദ്ധം നടത്തുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമീന്ദാറാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇതാണ് ഇതിന് പിന്നിലുള്ളൊരു ഐതിഹ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ള പാപനാശ ക്ഷേത്രത്തിലാണ് കയറുന്നത്. നമ്മൾ ചെന്ന സമയത്ത് നട അടച്ചിരിക്കുകയായിരുന്നു, വൈകുന്നേരം തുറക്കമുള്ളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നദിയിൽ കുളിക്കുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ ഒഴുകി കളയുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു അക്ക പിന്നാലെ കൂടിയത്. കൈ നോക്കി തരാം, ലക്ഷണം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ എനിക്കെന്തോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതന്നെ ആലോചിച്ചിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതുവരെ അതിനെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് അവർ മാക്സിമം കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കി, സമ്മതിക്കാതെ വന്നപ്പോൾ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാനുള്ള പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അമ്പലത്തിൽ നിന്ന ശേഷം നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ പോരാണ് കേട്ടോ. കാരണം നല്ല മഴക്കാർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും നല്ല അടിപൊളി മഴ കിട്ടി. അപ്പോൾ എവിടെ ഒരു സൈഡിൽ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ ഇറങ്ങി എന്നിട്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടു. അപ്പോൾ നമുക്കിനി തിരിച്ച് തെങ്കാശിയിലേക്കാണ് ഇന്ന് ചെല്ലേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും മഴയും മൊത്തത്തോടെ വന്നിട്ട് ആകെ ഒരു ദേഷ്യം പിടിച്ചൊരവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മൾ തിരുനെൽവേലിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മണിമുത്തർ വാട്ടർഫാൾസും ഡാമും നെല്ലയ്യപ്പർ ടെമ്പിളും പിന്നെ ഇന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാക്സിമം സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാൻ മറക്കല്ലേ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു കാഴ്ചയായിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.